പിന്നെ ഇതിന് വന്ന കംപ്ലൈന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ്, അത് കോയമ്പത്തൂരിൽ നിന്ന് വന്ന ടൂൾസ്, അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുമായിട്ടുള്ള ചേട്ടന് ഈ ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ റിമോട്ട് ഹാമറും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുള്ളിക്ക് കോൺക്രീറ്റിന്റെ പരിപാടി, അപ്പം കോൺക്രീറ്റിന്റെ വൈബ്രേറ്ററും പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, അത് തന്നെയാണോ ഐറ്റം എന്നൊന്ന് അറിയണമല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വരുത്തിച്ച അതേ റിമോട്ട് ഹാമർ തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങൾ വരുത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് തന്നെ ഇത് റിപ്പയർ ചെയ്തെടുക്കാം എന്നൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വരുത്തിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും പോയി വാങ്ങിക്കാൻ ടൈമും ഉള്ളവരാണെങ്കിൽ പോയി തന്നെ വാങ്ങിക്കുക. എന്തുകൊണ്ടെന്നാൽ കാരണം നമുക്ക് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ വന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചയക്കുക വരിക എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മടുത്തു പോകും. കാര്യം ആദ്യത്തെ പ്രാവശ്യം വാങ്ങിക്കുന്നവർക്ക് ഇത് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓർക്കും എല്ലാ സാധനവും അങ്ങനെയാണെന്ന് ഓർക്കും. ശരിയല്ല ഞാൻ പറഞ്ഞത്? ആണ്, എല്ലാവരും അങ്ങനെ തന്നെ ഓർക്കും. അതുകൊണ്ട് മാക്സിമം ഫസ്റ്റ് ടൈം ആണെങ്കിൽ അവിടെ ചെന്ന് ആ കടയൊക്കെ കുറേ കടകളുണ്ട്, അവിടെ ചെന്ന് എല്ലാ കടകളിലും ഒന്ന് കയറുക, എല്ലായിടത്തും ഒന്ന് പ്രൈസ് തിരക്കുക. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ല, അല്ലാണ്ട് ഒരു കടക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുമല്ല. നമുക്ക് നമ്മുടെ ലാഭത്തിന് വേണ്ടി വാങ്ങിക്കാനാണ് ഈ മെഷീൻസൊക്കെ. നമ്മൾ ഒരു 7 വർഷമായിട്ട് തന്നെ കോയമ്പത്തൂരുള്ള ടൂൾസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൈസിന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിങ്. കാരണം ഈ റിമോട്ട് ഹാമർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം റെന്റിന് എടുക്കാൻ 200-250 രൂപയൊക്കെ വരും. അപ്പോൾ 250 രൂപയ്ക്കൊക്കെ റെന്റിന് എടുത്ത് ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിൽ അത് എത്ര രൂപ പോകും? പിന്നെ ഇതിന് വന്ന കംപ്ലൈന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിൻ്റെ വയർ ഉറപ്പായിട്ടും ബ്രേക്ക് ആവും. വയർ മാറുക, വയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴത്തേക്ക് വയർ ബ്രേക്ക് ആവും. അതുപോലെ തന്നെ പിന്നെ എല്ലാ മെഷീനും കംപ്ലൈന്റ് ആവുന്നതുപോലെ തന്നെ കാർബൺ ബ്രഷ് എല്ലാത്തിൻ്റെ യൂസിങ്ങിനനുസരിച്ച് തേഞ്ഞ് തീർന്നു പോകും. ഇതിൻ്റെയും തേഞ്ഞ് തീർന്നു പോകും, മാറണം. പിന്നെ പ്രോപ്പറായിട്ട് ഗ്രീസ് ചെയ്ത് യൂസ് ചെയ്യുക. വേറെ അങ്ങനെ പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പിസ്റ്റൺ ഒടിഞ്ഞു പോകും. അത് കുറേ നാൾ, അതായത് നമ്മൾ ഇതിൻ്റെ ചാറ് ഊറ്റി കഴിഞ്ഞ് അതും സ്പെയർ ഉണ്ടാവും. ഞങ്ങൾ നോർമലി സ്പെയർ എല്ലാം തന്നെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സെറ്റ് ചെയ്ത് വർക്കാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് കംപ്ലൈൻറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇത്. പിന്നെ സ്വാഭാവികമായിട്ടും ആദ്യം വാങ്ങിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് അവിടെ തന്നെ ചെന്ന് ചെക്ക് ചെയ്ത് വാങ്ങിക്കുക. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. നോക്കാം. പിന്നെ വേറെ ഐറ്റം കൂടി ഉണ്ട്, ആദ്യം പറഞ്ഞായിരുന്നല്ലോ. ഇതിനകത്തുള്ളത് പിന്നെ വൈബ്രേറ്റർ. ഇതാണ് വൈബ്രേറ്റർ. ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിന് ആവശ്യമില്ല, ഇത് കോൺക്രീറ്റ് ഈ ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ആവശ്യം. ഇത്ര പോകുന്നത് ഇത്രയൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഐറ്റം. ഇതിൻ്റെ പ്രൈസ് 1600 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത്, പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് പറയുന്നത് പുള്ളിക്കൊന്ന് ഓർഡർ ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഗ്യാരണ്ടി തരത്തില്ല, വാങ്ങിച്ചു തരും. പിന്നെ സാധനം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പ്രകാരം പുള്ളി ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് വേണ്ടത് ഒരു ഡിമോഷൻ ഹാമറും അതുപോലെ തന്നെ ഈ ഒരു വൈബ്രേറ്ററുമാണ്. ഇതിന് വരുന്ന പ്രൈസ് 1600, ഇതിന് വരുന്നത് 2500. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അല്ലേ, നോക്കാം, ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, വർക്ക് കഴിഞ്ഞാണെന്ന്. കയ്യിൽ വേറൊരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ടില്ല, ഞാൻ പറഞ്ഞതാണ് പുള്ളിയോട് തന്നെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പുള്ളി ആദ്യമായിട്ടാണ് അക്കൗണ്ടിലൊക്കെ പൈസ ഇട്ട് കൊടുക്കുന്നത്. പുള്ളിക്കൊരു പേടി, ഇത് ജെന്യുവനാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് പുള്ളി എൻ്റെ ഈ പൈസ തന്നിട്ട് ഞാനിട്ട് ഓക്കെ. സംഭവം ആവുന്നുണ്ട്. ഇനി ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ വൈബ്രേറ്റർ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈബ്രേറ്റർ 1600 രൂപ. ഇനി നമുക്ക് ഡിമോട്ട് ഹാമർ കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വേറെ ആൾക്ക് കൊടുക്കുന്ന സാധനമാണല്ലോ, ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇതാണ് ഐറ്റം. കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല.
ഇവൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്ന ഐറ്റാണെന്ന് തോന്നുന്നു. ഒന്ന് ബിറ്റ് ഇട്ടോ ഒരു കൂട്ടത്തിലുള്ളത് ഒന്ന് കൊടുത്തതും ഫ്ലാറ്റ് കയറിയാണ് സാധാരണ. ഓക്കെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ. ഇതുപോലുള്ള മെഷീൻസിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പോൾ ഇതിന്റെ വരാനുള്ള കംപ്ലൈന്റ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. വയറ് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴത്തേക്ക് വയറ് ബ്രേക്ക് ആവും. അപ്പോഴത്തേക്ക് പിന്നെ ഉള്ളത് കാർബൺ. ഇതിന്റെ കാർബൺ മാറുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ മാറാവുന്നേ ഉള്ളൂ, വേറൊരു കടയിലും പോകേണ്ട, ഒന്നും ചെയ്യേണ്ട, നമുക്ക് തന്നെ മാറാവുന്ന കാര്യമുള്ളൂ. അത് ഏത് ബ്രാൻഡഡ് മെഷീൻ വാങ്ങിച്ചാലും ലോക്കൽ മെഷീൻ വാങ്ങിച്ചാലും കാർബൺ തീർന്നാൽ മാറിയാലേ അത് വർക്കാവുള്ളൂ. അതിന് കാർബൺ തന്നെ ഉരഞ്ഞ് തീരുകയും ചെയ്യും. പിന്നെ ഉള്ളത് ഇതിനകത്ത് നമ്മൾ ഗ്രീസ് നമ്മൾ റെഗുലറായിട്ട് തന്നെ ഇട്ട് യൂസ് ചെയ്യുക. ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോട്ട് ചോദിച്ചാൽ മതി. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.